അങ്ങനെ സമയം ഉച്ചയോടടുത്തു. കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങി. ഇനി വെയിലാറിയാലാണ് കടൽ തീരത്തെത്തുക. എന്നാൽ ഉമ്മയും കൂട്ടുകാരി സുഹറയും വീട്ടിൽ പോയില്ല. അവർ കുറച്ചു നേരം കൂടി അവിടെ കളിച്ചു നടന്നു. വെള്ളിയാഴ്ച നട്ടുച്ച നേരം. ആണുങ്ങളെല്ലാം പള്ളിയിൽ പോയി. മുതിർന്ന സ്ത്രീകൾ നിസ്കാരപ്പുരയിലും പോയ നേരം. ഞാൻ ചിരട്ടയുമായി കടൽ തീരത്തേക്ക് പോയി, കുറച്ച് കടൽ കോരാൻ. അങ്ങനെ ചിരട്ടയിൽ കടൽക്കോരി എണീച്ചപ്പോഴാണ് ഷ് എന്നൊരു ശബ്ദം. ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. മുമ്പിൽ കടലിൽ 1-2 പാറകൾ ഉണ്ടായിരുന്നു. അവിടേക്ക് നോക്കിയപ്പോൾ കണ്ടു, അതിൻ്റെ മറവിലൊരു ചുവന്ന എന്തോ. മനുഷ്യനോട് സാമ്യമുള്ള, എന്നാൽ മനുഷ്യനുമല്ല. ആ വികൃത രൂപം തുറിച്ച കണ്ണുകളുമായി എന്നെ നോക്കി കൈകാട്ടി വിളിച്ചു. പേടിച്ചു പോയ ഞാൻ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. കൂടെ സെഹ്റയും. അവളും കണ്ടു അതിനെ. അത് കടലിലേക്ക് മെല്ലെ നീങ്ങി. ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി. അവിടെ ഒരു ഉമ്മ നിൽപ്പുണ്ട്, കുഞ്ഞിത്താത്ത, കൈത്തോട്ടം കുഞ്ഞിത്താത്ത. ഓടി വന്ന ഞങ്ങളുടെ വെപ്രാളവും പേടിയും കണ്ട് കാര്യം തിരക്കി അവരോട് സംഭവം പറഞ്ഞു. അവർ ഞങ്ങളെയും വിളിച്ച് കടപ്പുറത്തേക്ക് പാഞ്ഞു. അവരും കണ്ടു എന്തോ ഒന്ന് ഉൾക്കടലിലേക്ക് നീന്തിപ്പോകുന്നത്. അതിൻ്റെ തല ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട്, ഞങ്ങളെ നോക്കുന്നത് പോലെ. കുഞ്ഞിത്താത്ത അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അവിടെയുള്ള പോലീസുകാരോട് കാര്യം പറഞ്ഞു. അവർ ബൈനോക്കുലറുമായി ഓടി വന്നു. മാറി മാറി അത് പോയ ദിശയിലേക്ക് നോക്കി. 2 എണ്ണം ഉണ്ട്. അവ അകന്നകന്നു പോകുന്നു. അത് ദൂരെ എത്തിയിരുന്നു. ബൈനോക്കുലറില്ലാതെ മെല്ലെ കാണാം. വിവരമറിഞ്ഞ് കടൽ തീരത്തേക്ക് ആളുകളെത്തി. അവർക്ക് ദൂരെ കടലിളകുന്നത് മാത്രമേ കാണാനായുള്ളൂ. ചിലർ പറഞ്ഞു അത് നേവിയിൽ നിന്ന് ഡൈവിംഗ് സൂട്ട് ധരിച്ച് ആരെങ്കിലും തീരനിരീക്ഷണത്തിന് വന്നതാവാം, അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൽ നിന്ന് വന്നതാവാം. മറ്റു ചിലർ പറഞ്ഞു അത് വലിയ വല്ല മീനുകളോ മറ്റോ ആയിരിക്കുമെന്ന്. പക്ഷേ കണ്ട ഞങ്ങൾക്കറിയാം അത് മീനുമല്ല, മനുഷ്യനുമല്ല. പക്ഷെ അതുപോലെ എന്തോ ഒന്ന്, ഒന്നല്ല 2. മത്സ്യകന്യകയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാതെ ചുരുളയ്യാത്ത രഹസ്യമായി, മിസ്റ്റീരിയസ് ആയ സംഭവമായി അത് ഇന്നും ആളുകൾ പറഞ്ഞു നടക്കുന്നു.